മഹീന്ദ്രയുടെ BE6 വണ്ടി കണ്ടവർക്കൊക്കെ ഉള്ളിൽ വലിയൊരു മുഹബത്ത് ജനിച്ചൊരു വണ്ടിയായിരിക്കും മഹീന്ദ്രന്റെ വണ്ടി. ഒന്ന് കണ്ടാല് ഏതൊരു സാധാരണക്കാരനും വണ്ടി ഇല്ലാത്തവന് വരെ ഈ വണ്ടി ഒന്ന് എടുക്കാൻ വല്ലാത്തൊരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാരണം അതിന്റെ ആ ഷേപ്പും അതിന്റെ പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ലുക്കാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് വണ്ടി കാണാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ പെട്രോൾ വണ്ടിയെ മാത്രം ഇഷ്ടപ്പെടുന്നവർ, ഇലക്ട്രിക്കിനെ പാടെ ചീത്ത പറഞ്ഞവർക്കൊക്കെ മനസ്സിന്റെ ഉള്ളിലൊരാഗ്രഹം വന്നിട്ടുണ്ടാവും നമ്മുടെ മഹീന്ദ്രയുടെ BE6 കണ്ടപ്പോൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരാൾ കാണുകയുണ്ടായി, നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് അതിന്റെ രസം കൊണ്ട് ഞാൻ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെട്ടു. ഭയങ്കര കമ്പനിയുള്ള ആളായിരുന്നു അദ്ദേഹം. സാധാരണക്കാരനായിട്ടുള്ള അത്യാവശ്യം ഏകദേശം 30,000 രൂപത്തോളം ജോലി ഉള്ള ഒരാളാണ്. ഒരു സാധാ കൂലിപ്പണിക്കാരനെ പോലെ അത്യാവശ്യം കൺസ്ട്രക്ഷൻ ഏരിയയിൽ വർക്ക് എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയണ്ടായി ഈ വണ്ടി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം വണ്ടി എടുത്തിട്ടുള്ളത് ഈ ലോൺ വഴിയാണ് വണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പൊ അദ്ദേഹം വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. വണ്ടി ലോൺ അടക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. മഹീന്ദ്രയുടെ മറ്റൊരു പ്രത്യേകത, ഇലക്ട്രിക്കിലൊക്കെ തലവേദന ഉണ്ടായിരുന്നത് ബാറ്ററിയുടെ പ്രശ്നമായിരുന്നു. അൺലിമിറ്റഡ് ബാറ്ററിയാണ് അതിന്റെ വാറന്റി ആയിട്ട് അവർ കൊടുക്കുന്നത്. പക്ഷേ ഈ വണ്ടി വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് കൈമാറുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വാറന്റിയിലൊക്കെ 2 ലക്ഷമൊക്കെയാണ് അവർ അതിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് കൈമാറാനോ കടം കൊണ്ട് ഇത് വലഞ്ഞാൽ ഇതിന്റെ റീസെയിൽ വാല്യൂവിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ജനിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് BE6 എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ. അപ്പോൾ അത്യാവശ്യം ഒരു 2 ലക്ഷമൊക്കെ മാസത്തിൽ സാലറി ഉള്ളവർ, അല്ലെങ്കിൽ 1.5 ലക്ഷം to 2 ലക്ഷത്തിന്റെ ഉള്ളിൽ സാലറി ഉള്ളവർ മാത്രമേ വണ്ടി എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ഉണ്ട്, റെഡി ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. സ്വന്തം സ്വത്തും മറ്റു കാര്യങ്ങളും ആഭരണങ്ങളൊക്കെ വിറ്റിട്ടാണ് അദ്ദേഹം ആ വണ്ടി ഡൗൺ പേയ്മെന്റിലൂടെ കുറച്ച് പേയ്മെന്റ് ചെയ്തിട്ട് ഇറക്കുന്നത്. എന്നിട്ട് പോലും തുടർന്നങ്ങോട്ടുള്ള പേയ്മെന്റ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചെടുത്തൊരു സ്വപ്ന വണ്ടിയിൽ വലിയ സങ്കടത്തോടു കൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BE6 എന്നുള്ളതല്ല, 30 ലക്ഷത്തോളം വരുന്ന ഏതൊരു സംഭവം ആട്ടെ, നിങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ തക്കതായിട്ടുള്ള ക്യാഷ് ഉണ്ടാകണം എന്നുള്ളതാണ്. മാസം 50,000 രൂപ നമുക്ക് അടവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മാസത്തിലുള്ള നമ്മുടെ വരുമാനം തീർച്ചയായിട്ടും 1.5 ലക്ഷം രൂപയെങ്കിൽ നമുക്ക് വരുമാനമായിട്ട് കിട്ടണം. നമ്മൾ അടക്കുന്ന ക്യാഷിന്റെ 2 ഇരട്ടിയെങ്കിലും നമ്മുടെ വരുമാനമായിട്ട് നമുക്ക് വന്നെങ്കിൽ മാത്രമേ ഈ ഒരു അടവൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് മഹീന്ദ്രയുടെ അതിന്റെ ഒരു നെഗറ്റീവ് വശങ്ങളൊന്നും കുറിച്ചല്ല, വളരെ കസ്റ്റമേഴ്സിന് പറ്റുന്ന നിലക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ സർവീസ് സെന്ററിന്റെ അവസ്ഥ അനുസരിച്ചിട്ടുണ്ടാകും ബാക്കി കാര്യങ്ങളൊക്കെ. അതേത് വണ്ടിയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. സർവീസ് സെന്റർ എങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ച് ബാക്കി വണ്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല. അപ്പോൾ മഹീന്ദ്രയുടെ ഈ ഒരു BE6 ഒരുപാട് ആളുകൾക്ക്, വണ്ടി ഇതുവരെ ഇല്ലാത്തവർക്കൊക്കെ മനസ്സിൽ ആഗ്രഹം വന്നിട്ടുള്ള ഒരു മുതലാണ് ഈ ഒരു BE6 എന്ന് പറയുന്നത്. ആർക്കും എടുക്കാം. പക്ഷെ എടുത്തിട്ട് ഒരു സ്വപ്ന വണ്ടി എടുത്തിട്ട് അതൊരു ശാപമായിക്കൊണ്ട് മനസ്സിലുള്ള വേദന മാത്രം ഉള്ളിലൊതുക്കി കൊണ്ടുപോകാനുള്ള ഒരു വണ്ടിയായിട്ട് ഇതൊരിക്കലും മാറരുത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം 2 ലക്ഷം റുപ്യൊക്കെ സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. അതല്ലെങ്കിൽ റെഡി ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാം. ഇത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ നിങ്ങൾ ലോൺ ഇട്ട് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക. പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറിന്റെ ഒക്കെ വിഷയങ്ങളിൽ റീസെയിൽ വാല്യൂ വളരെ കുറവ് വരുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അപ്പൊ എനിവേ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ഈ ഒരു വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസർ കാർസിന്റെയും നിങ്ങൾക്ക് അഷ്വേർഡ് ഗ്യാരണ്ടി നൽകിക്കൊണ്ടിട്ടുള്ള കാറുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഈ വീഡിയോയിലൂടെ സെയിൽ ചെയ്യുന്നുണ്ട്, ബൈക്സുകൾ അടക്കം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. നമുക്ക് കൊത്തി വലിക്കാൻ കഴിയുന്നത് മാത്രം നമ്മൾ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ 50,000 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നെങ്കിൽ 50,000 രൂപക്ക് ഒരു നാനോ കാർ എടുക്കാനേ ഞാൻ പറയുള്ളൂ. എന്നിട്ട് പതുക്കെ ക്യാഷ് സ്വരൂപിച്ച് കൂട്ടിയിട്ട് ഒരു 3 വർഷം 4 വർഷമൊക്കെ അതിനായിട്ട് ഒരുമിച്ച് കൂട്ടി ഒരു ജ്വല്ലറിയിലോ മറ്റെവിടെയെങ്കിലൊക്കെ നിങ്ങളുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. എന്നിട്ട് 3 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു രസമുണ്ട്. നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് അത് മാറുമെന്നുള്ളതാണ്.
അല്ലെങ്കിൽ നമ്മുടെ തലവേദന ആകെ ടെൻഷൻ അടിച്ച് ആകെ പ്രയാസപ്പെട്ട് മടുത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ പലരുടെയും അനുഭവങ്ങളുടെ നമുക്ക് മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.